പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും മിറക്കുലസ് ഹാൻഡ്സ്റ്റുഡ് നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. സംഭവകുലമായ ലോകത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അതിൻ്റെ മധ്യത്തിൽ ദൈവസ്ഥനിൽ കടന്നു വരികയും വിഷയങ്ങൾ ദൈവസ്ഥനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാതെ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമില്ല. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും യഹോവ വിടുവിക്കുന്നു. അല്പസമയം നമുക്ക് പാടി ദൈവത്തെ സ്തുതിച്ച് മാത്രപ്പെടുത്താം. ഫാനി നമ്മുടെ ലൈനിലുണ്ട്. ഫാനി, വുഡ് യു പ്ലീസ്? അനുഗ്രഹീതമായ നല്ല രാത്രി വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. കർത്താവ് ഒരിക്കൽ തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ ആത്മാവ് അനുഗ്രഹിക്കുമാറാകട്ടെ. തികഞ്ഞ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ആ കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. കാണുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മുടെ കൂടെയുള്ളതുകൊണ്ട് നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. ആമേൻ. കണ്ണുനീരിൻ്റെ താഴ്വരകൾ, അതിഘോരമാ മേഘകൾ, മരണത്തിൻ്റെ കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും അവിടെയും കാണുന്ന ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് നമുക്ക് പറയുവാൻ കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പാടാൻ വളരെ പരിചിതമായ ഒരു പഴയ ഗാനമാണ്. പ്രത്യാശ നൽകുന്ന ഗാനം. നമുക്ക് പാടി ദൈവത്തെ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, നീഹിക ദുഷിക്കുന്നു താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. കണ്ണുനീരിൻ താഴ്വരകൾ, അതിഘോരമാ വീടുകളും, കണ്ണുനീരിൻ താഴ്വരകൾ, അതിഘോരമാ
ഉള്ളവർ നമ്മുടെ ശാശ്വത പാറയാകുന്ന ആ ക്രിസ്തുവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുക. ഹല്ലേലൂയ. ഈ ഗാനം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ആത്മധൈര്യം നിങ്ങൾക്ക് നൽകട്ടെ. ഹല്ലേലൂയ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല, എന്റെ സമാധാന നിയമം നിങ്കിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. കർത്താവ് നമ്മളോട് പറയുകയാണ്, പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ മാറിയാലും കർത്താവിന്റെ ദയ നമ്മളെ വിട്ട് മാറുകയില്ല. എത്ര പേർക്ക് അത് ഉറപ്പോട് പറയാൻ കഴിയും? അതുകൊണ്ട് നമുക്ക് വളരെ പ്രത്യാശയോടെ തികഞ്ഞ വിശ്വാസത്തോടെ നമുക്ക് കൈകൾ അടിച്ച ദൈവത്തെ പാടി ആരാധിക്കാം. ദൈവത്തിൻ നാമത്തെ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവത്തിൻ നാമത്തെ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. ദൈവത്തിൻ നാമത്തെ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. കുന്നുകളകന്നിരിലും മഹാപർവ്വതം മാറിയിലും, കുന്നുകളകന്നിരിലും മഹാപർവ്വതം മാറിയിലും തന്റെ ദയയെന്നും ശാശ്വതമേ, തന്റെ മക്കൾക്കാശ്രയമേ. തന്റെ ദയയെന്നും ശാശ്വതമേ, തന്റെ മക്കൾക്കാശ്രയമേ. ഓ ദൈവത്തിൻ നാമത്തെ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. സിയോനിൽ അവൻ നമുക്കായി അതിശ്രേഷ്ഠമ മൂലക്കല്ലായി. സിയോനിൽ അവൻ നമുക്കായി അതിശ്രേഷ്ഠമ മൂലക്കല്ലായി. എന്നോട് ചേർന്നു നാമം തന്റെ ജീവക്കല്ലുകളായിടാം. എന്നോട് ചേർന്നു നാമം തന്റെ ജീവക്കല്ലുകളായിടാം. കൽക്കണ്ടൻ വരവിനാളിൽ തന്റെ കാന്തയം നമ്മെ ചേർത്തിടും. പ്രത്യാശയുള്ളവർ കൽക്കണ്ടൻ വരവിനാളിൽ തന്റെ കാന്തയം നമ്മെ ചേർത്തിടും. എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും, എന്റെ മാറോട് ചേർത്തിടുമേ. എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും, എന്റെ മാറോട് ചേർത്തിടുമേ. ഓ അവൻ ദൈവത്തിൻ നാമത്തെ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. അവൻ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. ഓ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. ആകാശാരാധാരം ദാനം ദാലക്ഷകരം ധനകം ധാരികരേ ഹന്തോരികരേ അന്ധാവാനീലാധാരമാനക്ഷാരം ധേരേ ധേരേ ധാരാധാരം കാലം ധാരണ
ഹല്ലേലൂയ. നന്ദിയോടെ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വൻ കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഈ ജനത്തെ അവിടുത്തെ ഉള്ള കരത്തിൽ കർത്താവൊന്ന് വരച്ചിരിക്കുകയാൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തിന് നടുവിൽ അസാധാരണമായ ദൈവത്തിന്റെ ദയ അവിടെ വെളിപ്പെടുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലും ആ ദൈവത്തിന്റെ ദയ വെളിപ്പെടുത്തണം. അവിടുത്തെ വിശുദ്ധതയ്ക്ക്, അങ്ങയുടെ നീതിക്ക്, ദയയ്ക്ക്, ദൈവിക കരുതലിന് സ്തോത്രം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരെയും സഹോദരി സഹോദരന്മാരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും അവിടെ ക്ഷേമമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിന്റെ ടെസ്റ്റിമണി പറയുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ KM മാത്യു ആണ്. പഞ്ചാബിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അനേകം വിഷമകരമായ അവസ്ഥകളിലൂടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്നെങ്കിലും അവിടെ എല്ലാം കർത്താവിന്റെ വലിയ ദൈവ സാന്നിധ്യവും വചനത്തിലുള്ള ഉറപ്പും പ്രത്യാശയും ദൈവഭൃത്തിനെ കഴിഞ്ഞ ദീർഘമായ വർഷങ്ങളിലൊക്കെയും നിലനിർത്തി ദൈവത്തിലുള്ള ഉറപ്പ് കൊണ്ടാണ് ഇത്രയും കാലവും നിലനിൽക്കുവാനായിട്ട് സാധിച്ചത്. ദീർഘമായ 51 വർഷത്തോളം നോർത്ത് ഇന്ത്യയില് കാശ്മീരിലും പിന്നെ കപൂർത്തല പഞ്ചാബിലും ദൈവവേല ചെയ്യുവാൻ ഇന്നും കർത്താവിന്റെ വയൽപ്രദേശത്ത് അധ്വാനിച്ചു കൊണ്ടിരിക്കുവാൻ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവഭൃത്തിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. അനേകം വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോയതെങ്കിലും അവിടെ എല്ലാം ദൈവത്തിന്റെ നാമത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം അനേകർക്ക് വലിയ ധൈര്യം കൊടുക്കുന്നതായി തീർന്നിരിക്കുന്നു. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ ഇളയ മകന്റെ വൈഫാണ് 2 ആഴ്ച മുമ്പ് നമ്മളോട് ടെസ്റ്റിമണി പറഞ്ഞ സിസ്റ്റർ സിമി പ്രൈസ്. അവര് ഒരുമിച്ചാണ് അവിടെ പഞ്ചാബിലായിരിക്കുന്നത്. പാസ്റ്റർ KM മാത്യുവും സിമിയും കുഞ്ഞുമാണ് അവിടെ ഉള്ളത്. എല്ലാവരും ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് ടെസ്റ്റിമണി കേൾക്കുവാനായിട്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. പ്രത്യേകാൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോട് ടെസ്റ്റിമണി പറഞ്ഞ് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. അതുകൂടാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും കേരളത്തിന് വേണ്ടിയിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുക. അനേകം പ്രതിസന്ധികളിലൂടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യം കടന്നു പോകുന്നു എന്ന് നിങ്ങളെല്ലാം അറിയുന്നുവല്ലോ. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് പൽക്കാലത്തെ ടെസ്റ്റിമണിക്കായി പാസ്റ്റർ KM മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. മർക്കോസ് ആൻഡ് ഓഫ് ജീസസിലെ ഒരിക്കൽ കൂടെ ദൈവം നടത്തിയ വഴികളെയും ദൈവത്തിന്റെ കരുതലിനെയും കൂടെ വർണ്ണിപ്പാൻ വിവരിപ്പാൻ ഈ അവസരം ഒരുക്കി തന്ന എല്ലാ ബഹുമാന്യ ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ അഡ്മിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള എല്ലാ അഡ്മിന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യാണ്. ഈ നല്ല പദ്ധതി ഓർത്ത് സ്തോത്രം. കാരണം കടന്നു പോകുന്ന വഴികളെ അനുഭവിക്കുന്ന സന്തോഷം, വേദനയുടെ നടുവിൽ ദൈവത്തിന്റെ കരമൊക്കെ അനുഭവിക്കുന്ന ദൈവദാസിമാരെ ആമേൻ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അത് ഷെയർ ചെയ്യുമ്പോൾ കേൾക്കുന്നവരെ ആമേൻ ജീവിതത്തില് അനുഭവിക്കുന്ന സന്തോഷത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് പാസ്റ്റർ KM മാത്യു. IPCയുടെ സീനിയർ പാസ്റ്റർ, സെൻട്രൽ പാസ്റ്റർ. ഇങ്ങനെ ഭൗതിക ചില ചുമതലയൊക്കെ ഉണ്ട്. അതിലുപരിയായിട്ട് കഴിഞ്ഞ 51 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിലായിത്തീരുവാൻ കർത്താവ് നൽകിയ നല്ല ഭാഗ്യത്തിനായി സ്തോത്രം.
ഞാൻ ഈ സൂം മീറ്റിൽ കാണുമ്പോൾ അനേക ബഹുമാന്യ ദൈവദാസന്മാരെ ഓർക്കുന്നു, പ്രായമുള്ള പിതാക്കന്മാരെ ഓർക്കുന്നു, മീറ്റിംഗ് ലീഡ് ചെയ്ത ആ ഉഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അമ്മേ, നല്ല പാട്ടുകൾ അമ്മേ എൻ്റെ അനുഭവത്തോട് ബന്ധത്തിലുള്ള പാട്ടുകളാണ് ഫാദർ ജോസ് ഇന്ന് രാവിലെ പാടിയത്. ഹൃദയം തകരുമ്പോൾ അമ്മേൻ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതിനൊരു ആധാരമാക്കി ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 138 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യം വായിക്കാം. Psalms 138 verse 3. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം നൽകി, എൻ്റെ ഉള്ളിൽ ബലം നൽകി, എന്നെ ധൈര്യപ്പെടുത്തി. ഞാൻ ക്ഷീണിച്ചപ്പോൾ, നിരാശപ്പെട്ടപ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ടുള്ള ഗതിയെക്കുറിച്ച് ഭാരപ്പെട്ടിരുന്നപ്പോൾ തിരുവചനം നാം കേട്ടതുപോലെ എൻ്റെ ഉള്ളിൽ ബലം തന്ന് എന്നെ ധൈര്യപ്പെടുത്തിയ ഒരു ദൈവമുണ്ടെന്ന് ഒരിക്കൽ കൂടെ വിളിച്ചു പറയുവാൻ എനിക്ക് ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. ഞാൻ കേരളത്തിൽ കോട്ടയം തോട്ടിക്കാട് സ്വദേശിയാണ്. എൻ്റെ ചെറുപ്രായത്തിൽ യേശുവിനെ അറിയുവാൻ ഭാഗ്യമുണ്ടായി. എൻ്റെ കുടുംബത്തിൽ ആരും വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വലിയൊരു ദർശനം പ്രകാരം ഒരു ചെറിയ ജോലിയൊക്കെ രാജിവെച്ചിട്ട് ദൈവദിനം പഠിച്ച് 75 കാശ്മീരിൽ ക്യാപ്റ്റൻ എ ശ്യാമയുടെ ബന്ധത്തിൽ അവിടെ ആ കർത്താവിൻ്റെ സാക്ഷീകരിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നു. 1975 മുതൽ കാശ്മീർ ലേ ലഡാക്ക് മുതൽ ജമ്മു വരെ അനേക ഇടങ്ങളിൽ സഭകൾ സ്ഥാപിക്കുവാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ ഞാൻ ക്രിസ്തുവാൾ എന്ന സ്ഥലത്ത്, ചൈന ബോർഡറാണ്, ആ സ്ഥലത്ത് മഞ്ഞ് 3-4 മടിയൊക്കെയുള്ള സ്ഥലമാണ്. അവിടെ എന്നാൽ എൻ്റെ ഭാര്യയുടെ ശരീരസ്ഥിതി അവിടെ മോശമായി തീർന്നു. ഒരിക്കലും മെഡിക്കൽ പറയുന്നത് ഒരു കാര്യം ചെയ്യുവാൻ സാധ്യമല്ലാത്തൊരു പ്രകൃതി ക്ഷോഭം അവിടെ ഉണ്ട്, അതുകൊണ്ട് അവിടെ വിട്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പഞ്ചാബിൽ കപൂർത്തല എന്ന സ്ഥലത്ത് കർത്താവിനെ ആരാധിപ്പാൻ ഇവിടെ ഞങ്ങൾക്ക് കടന്നു വന്നു. ഭാഷ അറിയത്തില്ല, ഒരു ക്രിസ്ത്യാനിയില്ല, ഒരു സഭയില്ല. ക്യാപ്റ്റൻ ശ്യാമലൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് 3 സ്ഥലം തരാം. 1 അമൃത്സർ, അവിടെ ക്രിസ്ത്യാനികളുണ്ട്. 2 കപൂർത്തല, 3 ഹോഷിയാർപൂർ. ഹോഷിയാർപൂരിൽ ചില വിശ്വാസികളുണ്ട്. എന്നാൽ കപൂർത്തല ഇവിടെ രാജീയ ഭരണമായിരുന്നുകൊണ്ട് ചർച്ചോ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഞാനും ഭാര്യയും ഒരു സന്ധ്യ ആയപ്പോൾ കപൂർത്തല പട്ടണത്തിൽ വന്നു. പട്ടണത്തിൽ വന്നിട്ട് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ഭാരപ്പെട്ടു. ഭാഷ അറിയത്തില്ല. അന്ന് സൈക്കിൾ റിക്ഷ കൂടെ ആൾക്കാർ വന്നു. എവിടെ പോകണം അറിയാതെ വളരെ ഭാരപ്പെട്ടു. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ലഭിച്ച സ്ഥലമാണ് കപൂർത്തല. അവിടെ ഞങ്ങൾ വന്നെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി വഴികളെ ഒരുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 1.5 മണിക്കൂറോളം ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെ ആയിത്തീരണമെന്നറിയാതെ ഭാരപ്പെട്ടു. അവരെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഒരു ശർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കടന്നു വന്നു. അദ്ദേഹത്തിന് അല്പം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം. അപ്പം ഞാനത് ചില കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അന്ന് സന്ധ്യാസമയത്ത്
ആ ശർമ്മ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾക്കൊരു വീട് വാടകയ്ക്ക് തന്നു. ആ വീട്ടില് 12 വർഷക്കാലം ആ വീട്ടിൽ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഞങ്ങൾ ഇടയാക്കി. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും ഓരോ ഗ്രാമത്തിൽ കടന്നു പോകും. ഗ്രാമത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഹിന്ദിയിൽ ഒരു പാട്ട് പാടും. ഈ പാട്ട് പാടുന്ന സമയത്ത് ചിലർ കടന്നു വരും. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് ഞങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ പ്രവർത്തന മണ്ഡലം. അങ്ങനെ ഞങ്ങളെ ചിലർ പൈസ കൊണ്ടുവരും. ഞങ്ങൾ പറയും അവിടെ ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടി വന്നവരല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരാണ്. യേശുവിനെ പറ്റി അറിയത്തില്ല. ഒന്ന്, ഞങ്ങൾക്ക് പഞ്ചാബ് അറിയത്തില്ല. 2, യേശു ആരെന്ന് അറിയാൻ വയ്യാത്ത ഒരു ജനത്തിന്റെ നടുവില് അമ്മേ ഞങ്ങളെ കടന്നു പോകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്ന വിഷയം ഇങ്ങനെയാണ്: ദൈവമേ, ഞങ്ങൾ പോകുന്ന ഗ്രാമത്തിൽ ഞങ്ങൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു അത്ഭുതം ചെയ്യണമേ. അങ്ങനെ ഞങ്ങൾ ആ ആൾക്കാർ കൂടി വരും. ഞങ്ങൾ ചോദിക്കും, ആർക്കെങ്കിലും അസുഖമുണ്ടോ രോഗമുണ്ടോ ചോദിക്കും. ഞങ്ങൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തിരിച്ച് മടങ്ങി വന്ന് ആ ഗ്രാമത്തെ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളവരോട് പറയും, അടുത്ത ദിവസം ഞങ്ങൾ ഇതേ സമയത്ത് ഇവിടെ വരും. അങ്ങനെ ഞങ്ങളെ പിറ്റേ ആഴ്ച സെയിം ആ ഡേറ്റിൽ അവിടെ ചെന്നിട്ട് അവിടെ പാട്ടോടും ആൾക്കാർ കൂടും. അങ്ങനെ ചില കുടുംബങ്ങൾ അന്ധകാരത്തിന്റെ പിടിയിലായിരുന്നവരെ, ഭൂതത്തിന്റെ ബന്ധനത്തിലായിരുന്നവരെ കർത്താവ് ചില കുടുംബങ്ങളെ തൊട്ടു. ആ കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു ചെന്ന് ആ കുടുംബമൊക്കെ കർത്താവ് ഞങ്ങൾക്ക് തുറന്നു വന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യകാല ശുശ്രൂഷകൾ. സൈക്കിളില്ല, ഒന്നുമില്ല, നടന്നു പോകുക. ഇതുപോലെ ഒരു ജൂൺ മാസം, ഇപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ ചൂട് 48 ഡിഗ്രി ചൂടാണ്. ആ ചൂടത്ത് അമ്മേ ഞങ്ങൾ കുപ്പി വെള്ളവുമായിട്ട് പോയിട്ട് ആ ഗ്രാമങ്ങളെല്ലാം കർത്താവിന് സാക്ഷീകരിക്കും. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങള് സഭായോഗം നടത്തി. ഞാനും എൻ്റെ ഭാര്യയും മാത്രം, ആരുമില്ല. എന്നാൽ പാട്ട്, സങ്കീർത്തനം, പ്രബോധനം, പിന്നെ സ്വോത്രകാഴ്ച വരെ ഉണ്ട്. ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങൾ പാർക്കുന്ന ആ മുറിയിൽ ആത്മാക്കൾ ഉണ്ട് എന്ന വിശ്വാസത്താൽ ആരംഭിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ ആ മുറിക്കകം നിറഞ്ഞു. അമ്മേ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് ഷാമിയാനിട്ട് ഞങ്ങളുടെ ആരാധന ആരംഭിച്ചു. അമ്മേ, നാളുകൾ കഴിയും മുൻപ് ഒരു ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ഒരു പക്ഷേ പലരും കേട്ട് കാണുമായിരിക്കും. 83-ലാണ് അമ്മേ എന്നെ ചില സുവിശേഷ വിരോധികളെ ഞാൻ ചില ആ സമുദായത്തിലുള്ളവരെ സ്നാനപ്പെടുത്തി അവർ മുടിയൊക്കെ വെട്ടിച്ചു എന്ന് അറിവ് കിട്ടിയ സ്ഥാനത്ത് എന്നെ കൊല്ലുവാൻ പദ്ധതിയിട്ടു. കാരണം ഒരു മദ്രാസി വന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ മതത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു. അവരങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ പഞ്ചാബിൽ നിന്ന് സിറ്റുവേഷൻ വരും മോശമായിരുന്നു. 6 മണി കഴിഞ്ഞാൽ ബസ്സോ സൈക്കിള് പോലും പോകാൻ പാടില്ല. ഒരു വല്ലാത്ത അന്തരീക്ഷമായിരുന്നു. രാത്രിയിലെ ഞങ്ങളൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വഴി എന്തെങ്കിലും വന്നാൽ കയറുവാൻ നോക്കിയിരുന്നു. പെട്ടെന്ന് ഒരു വാഹനം വന്നിട്ട് അവർ പേര് വിളിച്ചു, പാദ്രി സാബ് ആയിയേ, പാസ്റ്റർ വരാൻ പറഞ്ഞു. അവർ വണ്ടിയെ കയറ്റി. ഞാൻ ദൈവത്തിന് സ്തോത്രം, ദൈവമേ നീ വഴിയൊരുക്കലോ എന്ന് പറഞ്ഞ് ആ വണ്ടിയെ കയറി. ഒന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ ചില കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോൾ അവരോട് പറഞ്ഞു, ഇത് നിന്റെ അവസാനത്തെ യാത്രയാണ്. അമ്മേൻ, അതുകൊണ്ട് നീ മൗനമായിരിക്കണം. ബഹളം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞു. ഞാൻ വളരെ ഭാരപ്പെട്ട് അവരുടെ ഒരു സംഗതത്തിൽ കൊണ്ടുപോയി. ഞാൻ ദൈവത്തോട് പിറുപിറുത്ത. അന്ന് എനിക്കൊരു കുഞ്ഞുണ്ടായി. എൻ്റെ ഭാര്യയും കുഞ്ഞും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്നെ 6 മണിക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. 10 മണിയായപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഇൻചാർജ് ഒരാളുണ്ട്, അവർ വന്നിട്ട്
നിന്നെ എന്ത് ചെയ്യണമെന്ന് അവര് പറയും, അതനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നു പറഞ്ഞു. ആ രാത്രിയിലാണ് ഞാൻ ദൈവത്തോട് പിറുപിറുക്കുകയും അകം കൊണ്ട് കരയും. ഞാൻ വായിച്ചതുപോലെ, ആമേൻ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി എന്ന് പറയുവാൻ. 10 മണിയായപ്പോൾ അവർ ആള് വന്നു, എന്നോട് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവർ ചെയ്യുന്നത് മുന്നോട്ട് പോകാൻ പറയുമ്പോൾ പറയുന്ന വിടുന്ന ഷൂട്ട് ചെയ്യും. അങ്ങനെയാണ് സാധാരണ അവർ കൊല്ലുന്നത്. ഞാൻ അങ്ങോട്ട് എന്നോട് പറഞ്ഞു പോകാൻ പറഞ്ഞു. അവരെൻ്റെ പിന്നാലെ വന്നു. അന്ന് രാത്രി ഞാൻ ദൈവത്തോട് നിലവിളിച്ച ദൈവമേ, എൻ്റെ ചെറുപ്രായത്തില് എൻ്റെ കുടുംബത്തിൽ ലേഖനാവിശ്വാസം വന്നു. എൻ്റെ ഭാര്യ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കർത്താവിന് വേണ്ടി ഇവിടെ നിൽക്കുന്നു. അവസാനം ഇവന്റെ വെടിയുണ്ടയ്ക്കാണോ എൻ്റെ അവസാനം ഒന്ന് ദൈവത്തോടെ പിറുപിറുത്തു. അങ്ങനെ ഞാൻ നടക്കാൻ ആ സിറ്റുവേഷൻ എങ്ങനെ ഞാൻ തരണം ചെയ്യുന്നത് എനിക്കിപ്പോൾ പറയുവാൻ കഴിയത്തില്ല. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. വളരെ ക്ഷീണിച്ച ശരീരമെല്ലാം അമ്മയിൽ നടക്കുവാൻ വയ്യാത്ത പോലെ ഞാൻ തൊണ്ടയെല്ലാം വറ്റി. അപ്പോൾ എൻ്റെ നിഗമനം ഇങ്ങനെയായിരുന്നു, ഏതു സമയത്തും അവൻ്റെ കയ്യിലിരിക്കുന്ന ആ തോക്കിൻ്റെ കാഞ്ചി വലിക്കും, ആ ശബ്ദം ശ്രവിക്കും, ഞാൻ ഉടക്കെ കടന്ന് മരിക്കും. ഇതൊക്കെ ചിന്തിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമേ, എൻ്റെ ഭാര്യയെ കുഞ്ഞിനെ നീ സൂക്ഷിക്കണമേ. അവരെ ആരുമില്ലല്ലോ ഇവിടെ. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ ഞാൻ അറിയാത്തൊരു ശക്തി എൻ്റെ മേൽ വന്നു. ഞാൻ ബലൂണ് വീർക്കുന്ന പോലെ എനിക്ക് തോന്നി. തിരിഞ്ഞിരുന്ന് അവൻ്റെ ആയുധത്തെ പിടിച്ച് കീഴടക്കാനുള്ള ഒരു ശക്തി എൻ്റെ മേൽ വന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ദൈവാത്മാവിൻ്റെ അകത്ത് പറഞ്ഞു, അവനെയും അവൻ്റെ ആയുധത്തെയും ശാസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ മലയാളത്തിൽ ഒരു നിലവിളിയോടെ നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ തോക്കിനെ ബന്ധിക്കുന്നു പറഞ്ഞു. ചോദിച്ചു എന്നാ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ യേശുവിനോട് പ്രാർത്ഥിച്ചാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു മനസ്സൊരു മാറ്റമുണ്ടായി. തിരിച്ചെന്നെ ഒരു വണ്ടിയെ കയറ്റി രാത്രി 1 മണി വരെ പലയിടങ്ങളില് അവനെ അമ്മ ഒതുക്കാൻ നോക്കിയെന്നാൽ സ്വർഗം അനുവദിച്ചില്ല. ഇന്ന് രാത്രികാലം നിനക്കെതിരായി പൊങ്ങി വരുന്ന ഒരു ആയുധവും ഫലിക്കയില്ല എന്ന് പ്രസംഗിക്കല്ല, അത് ജീവിതത്തില് രുചിച്ചറിയുവാൻ എനിക്ക് കർത്താവ് ഭാഗ്യം തന്നെ. ഞാൻ സ്തോത്രം ചെയ്യാണ്. 1 മണിയായപ്പോൾ അവൻ തന്നെ എൻ്റെ വീടിൻ്റെ ആ വാതിൽക്കൊണ്ട് നിർത്തി എന്നോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഒറ്റ വ്യക്തിയെപ്പോലും നീ സ്നാനപ്പെടുത്തുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് ഞങ്ങളെ കാണാതെ വിഷമിച്ചിരുന്നു. എന്നാൽ അത് തുറന്നപ്പോൾ അതിൻ്റെ അകത്തൊരു വലിയ നിലവിളിയായിരുന്നു. ദൈവം വിടുവിച്ച വിധത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാവിലെ പേപ്പറിൽ വന്നു, പോലീസ് അധികാരികൾ വന്നു. അവരോട് പറഞ്ഞു, പാതിരി സാർ, നിങ്ങളിത് പോയില്ലെങ്കിൽ അവർ ഏത് നിമിഷവും നിന്നെ കൊല്ലും. ഞാൻ പറഞ്ഞു, ഞങ്ങളെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വന്നവരാ, മരിക്കാൻ വന്നവരാ, അതുകൊണ്ട് ഞങ്ങളിത് പോകുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ പട്ടണത്തില് അമ്മേ ഹല്ലേലൂയ കഴിഞ്ഞ 45 വർഷത്തിൽ കൂടുതലായി ഇന്നും യേശുവിനെ സാക്ഷീകരിപ്പാൻ കൃപ ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം ഒരു കാര്യം കൂടി ഞാൻ വിളിച്ചു പറയട്ടെ. ആമേൻ. ഇന്ന് എനിക്ക് ദൈവം ആമേൻ ഹല്ലേലൂയ തന്ന ആയുസ്സും ആരോഗ്യവും എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എനിക്ക് പറയുന്നത് ക്ഷമിക്കണം, സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരപത്രമാണ്, സെൻട്രൽ ഗവൺമെന്റ് അധികാരപത്രമാണ്. ആമേൻ. ഏത് ദേശത്ത് നിന്നെ ഒതുക്കുമെന്ന് വെല്ലുവിളിച്ച ആമേൻ ഹല്ലേലൂയ അതിൻ്റെ നടുവിൽ ഇന്ന് ഈ പട്ടണത്തില് അനേക സഭകള് ആമേൻ രൂപം കൊടുക്കുവാൻ, അനേകരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് അനുവദിച്ചാൽ ഈ സൺഡേയില് സ്നാനങ്ങളുണ്ട്. അമ്മയെ കർത്താവോട് പറഞ്ഞതുപോലെ അമ്മയെ എന്തിനു വേണ്ടി എന്നെ കൊണ്ടുവന്നു എന്ന്
എനിക്ക് പൂർണ്ണ പ്രാഗൽഭ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്തു വന്നാലും അത് ചെയ്യുവാൻ തക്കോണം കൃപതം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സൈന്യം ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ കർത്താവ് തന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവിന്റെ വേലയിൽ ഈ കുഞ്ഞുങ്ങളെ കർത്താവിനോട് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ആമേൻ. എൻ്റെ മൂത്ത മോനെ അവനൊരു എഞ്ചിനീയറായി ജോലി ലഭിച്ചു. ജോലി ലഭിച്ചു കഴിഞ്ഞ ശേഷം ആമേൻ അവനെ പെട്ടെന്ന് നടുവിൻ്റെ ഈ നട്ടലിന്റെ ലാസ്റ്റ് ഭാഗത്തൊരു ഗ്രന്ഥി ഇങ്ങനെ വളർന്നു. ആ ഗ്രന്ഥി വളർന്നപ്പോൾ അവനൊരു ഇരിക്കാൻ മേലെ നിൽക്കാൻ മേലെ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടായി. പെട്ടെന്ന് ഒരു ഓപ്പറേറ്റ് CMSലെ ഡോക്ടർ ഇപ്പോഴും ഉണ്ട്, ഡോക്ടർ ചൗധരി. അദ്ദേഹം പറഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ട്, ചില നാളുകൾ യൂറിൻ സൈഡ് ബായൊക്കെ വേണം, 1 മാസമെങ്കിലും ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി പോകാൻ കഴിയത്തില്ല. അവസ്ഥയിൽ ഞാനന്ന് അമേരിക്ക ന്യൂയോർക്കിൽ അവിടെ ആ ഒരു സമയത്താണ് എൻ്റെ മോൻ ഇതുപോലെ ഒരു ഓപ്പറേഷൻ ഡേറ്റ് കൊടുത്തു. ഞങ്ങൾ സഭയായിട്ട് പ്രാർത്ഥിച്ചു, അനേകര് പ്രാർത്ഥിച്ചു. അവനെ തിയേറ്ററിൽ കയറ്റിക്കഴിഞ്ഞ് 1 അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു കുപ്പിക്കകത്ത് ഒരു കറുത്ത ചരട് പോലെ കരിഞ്ഞ ഒരു ലിക്വിഡിനകത്ത് ഒരു സാധനം കൊണ്ട് എൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചു. 2.5 ഇഞ്ച് നീളം ഉണ്ടായിരുന്ന ആ ഗ്രന്ഥിയെ കരിച്ച ഒരു നൂല് പോലെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ വിടുവിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഡോക്ടർ പറഞ്ഞു അറിയുന്നില്ല. ഓപ്പറേഷൻ ചെയ്തതിന് മുൻപ് തന്നെ സ്കാൻ ചെയ്തപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു. എന്നാൽ സർജറി ഓപ്പറേഷൻ തുടങ്ങിയപ്പോൾ ആ ഗ്രന്ഥി കരിഞ്ഞ ഒരു നൂല് പോലെ ആക്കി തീർത്തു. ആ ദൈവത്തിന്റെ പദ്ധതിക്കായി ഞാൻ സ്തോത്രം ചെയ്യാണ്. ഒരു ദിവസം പോലും സൈഡ് ബാഗിടാതെ, ഒരു ദിവസം പോലും ഭാരപ്പെടാതെ അവനെ ദൈവം വിടുവിച്ചു. അങ്ങനെ അവനായിരുന്നപ്പോൾ അവനെ വിളിച്ചു പറഞ്ഞു, ഡാഡി എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യണം. ഞങ്ങൾ കർത്താവിനോട് നേർന്നെങ്കിലും എൻ്റെ കുഞ്ഞ്, എൻ്റെ ഈ മോന് ആഹാരമില്ലാതെ ബോധം കെട്ട് താഴെ വീണിട്ടുണ്ട്. ഞാനീ പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. അമ്മേൽ ആഹാരമില്ലാതെ താഴെ വീട് കിടന്നപ്പോൾ ഞാൻ എൻ്റെ ബൈബിളുമായിട്ട് എൻ്റെ വീടിൻ്റെ മുകളിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇതാണ് സുവിശേഷ വേല. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഗോതമ്പ് വെള്ളത്തിനകത്ത് കലക്കി കൊടുത്ത സംഭവങ്ങൾ, 3 ദിവസം ആഹാരമില്ലാതെ ഞങ്ങളുടെ വീട്ടുകാർ ചോദിക്കും, പാദ്രി സാബേ കഴിച്ചില്ല എന്ന് ചോദിക്കും. ഞങ്ങള് സ്റ്റൗ, അന്ന് പമ്പ് സ്റ്റൗ ഓണാക്കി ദോശക്കല്ല് അല്ലെങ്കിൽ തവയെന്ന് പറയും പഞ്ചാബിയിലെ, അതെടുത്ത് മോളി വെച്ചു. ഞാനോട് ഭാര്യയോട് പറഞ്ഞു, അതിനകത്ത് ചൂടാകുമ്പോൾ വെള്ളം ഒഴിക്കണം. ആ ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ ഇന്നുണ്ടാക്കി കഴിച്ചെന്ന്. അങ്ങനെ ശേഷം ഞങ്ങളെ മടങ്ങി പുറത്ത് വരുമ്പോൾ അവർ ചോദിക്കും, ഖാനാക്കാലിയ? ഞങ്ങൾ പറയും കഴിച്ചു എന്ന് പറയും. സ്വർഗം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ആ ഏത് കഷ്ടത വന്നാലും അങ്ങനെ ഞാൻ ദൈവത്തോട് ദൈവം പറഞ്ഞൊരു ഇയ്യോബിന് വാക്യമുണ്ട്, കാട്ടിലെ കാക്കക്കുഞ്ഞിന് അതിൻ്റെ സൃഷ്ടാവാം ദൈവം ആഹാരം കൊടുക്കുവാൻ തൃപ്തനെങ്കിൽ തൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് വേണ്ടി ദൈവത്ര വിശ്വസ്തന. പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങൾ വന്നാലും സാരമില്ല എന്ന് പാടുകയല്ല. ആ കഷ്ടങ്ങളുടെ നടുവിൽ നിങ്ങളെ വിളിച്ചു വേർതിരിച്ച് ഹല്ലേലൂയ തൻ്റെ വേലയ്ക്ക് വേണ്ടി നിർത്തിയെങ്കിൽ നമ്മുടെ ദൈവവിശ്വാസമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഈ സൂം മീറ്റിംഗിൽ വിളിച്ചു പറയട്ടെ. അതിനുശേഷം എൻ്റെ മോൻ പറഞ്ഞു, ഡാഡി ഞാൻ കർത്താവിന് വേല ചെയ്യാം. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് ആ ജോലിയുടെ ബന്ധത്തിൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാം. അവൻ പറഞ്ഞു, ഇല്ല എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. അങ്ങനെ കോട്ടയം തിയോളജി സെമിനാരിയിലെ
അവിടെ BTH പഠിക്കാൻ പോയി. എന്നാൽ നാട്ടിൽ ആ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ജനിച്ച് വളർന്നുകൊണ്ട് നാട്ടിലെ ഫുഡ് അത്രയും സൂട്ടായില്ല. അവൻ അവിടെ തിരിച്ചു വന്നിട്ട് ഡെറാഡ് NDCയിലെ ന്യൂ തിയോളജിക്കൽ സെമിനാരിൽ പോയി തിരുവചനം പഠിച്ചു. അങ്ങനെ പഠിച്ചതിന് ശേഷം അവനെ ഡിഗ്രി എടുത്തു. അവന് മാരേജുള്ള സമയമായി. അങ്ങനെ കുന്നംകുളത്തുള്ള അമ്മയിൽ ഒരു പ്രിൻസിപ്പാളിൻ്റെ മോളാണ്. അവളന്ന് കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. കണ്ടു, എല്ലാം ശരിയായി. കല്യാണമൊക്കെ കഴിഞ്ഞ് അവര് തിരിച്ച് പഞ്ചാബിൽ നിന്നും ഇവിടെ കേരളത്തിൽ നാട്ടിലൊക്കെ പഞ്ചാബിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് ഒരു PhDക്ക് ഡൽഹിയിൽ ജാമിയ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവർ ഡൽഹിയിലേക്ക് കടന്നുപോയി. ഡൽഹിയിലെ എൻ്റെ മോന് ആഫ്രിക്കൻ ചർച്ചിൻ്റെ പാസ്സായിട്ട് അവിടെ പ്രസംഗിച്ചപ്പോൾ തർജീവൻ ആരുമില്ലാതെ വന്നപ്പോൾ എൻ്റെ മോൻ ഓഡീസിൽ നിന്ന് ഓരോ കാര്യം വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, നീ വന്ന് തർജ്ജമ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മോനെ അവിടെ തർജ്ജമ ചെയ്തു. അങ്ങനെ അവരൊരു 1000 പേർ കൂടുന്ന ഒരു വലിയ ആഫ്രിക്കക്കാർ, ഇന്ത്യക്കാരുമില്ല, ആ സഭയിൽ അവനെ പാസ്റ്റായിട്ട് നിയമിച്ചു. അങ്ങനെ ആ മോള് പഠിക്കുന്നു. ആ മോൻ അവിടുത്തെ പാസ്റ്ററായി അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവൻ അമേരിക്ക പോയി ചാൻസ് കിട്ടി. ഹൂസ്റ്റലിലെ ഷാജി ദാനിയൽ സാർ അവൻ്റെ ടീച്ചറാണ്. അവിടെ കുറച്ച് താമസിച്ച് തിരിച്ചു വന്നു. എനിക്കന്ന് IPCയുടെ ആൻഡമാൻ്റെ റീജൻ്റെ ചുമതല എനിക്ക് ഏൽപ്പിച്ചു. ഞാനും ഭാര്യയും ഇളയ മോനും അവിടെ പോകും, തിരിച്ചു വരും. അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ മോൻ അമേരിക്ക തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് കപ്പൂർത്തല വന്നു. തിരിച്ചു പോയപ്പോൾ അവന് ട്രെയിനിൽ അവൻ്റെ മമ്മിയെ വിളിച്ചു പറഞ്ഞു, മമ്മി ഞാൻ ട്രെയിനിൽ 3-4 ദിവസം ഛർദ്ദിച്ചു, പനിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഡൽഹി ചെന്നു. ഡൽഹി ചെന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കൊടുത്തു. വീട്ടിൽ വന്നു. രാത്രി പിന്നെയും പനി കൂടി. അവർ നോക്കിയപ്പോൾ അവനെ പെട്ടെന്ന് അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ അഡ്മിറ്റായി. മോള് രാത്രിയിൽ 4 മണിയായി വിളിച്ചു, ഡാഡി ഇതുപോലെ ചാച്ചനെ അവിടെ അഡ്മിറ്റാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫെവിൻ എന്നാണ് എൻ്റെ മൂത്ത മോൻ്റെ ഫെവിൻ മാത്യുവിൻ്റെ 2 കിഡ്നിയും ഫെയിലായിപ്പോയി. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞങ്ങൾ 1 മാസം അവിടെ കിടന്നു. 1 മാസം എൻ്റെ ഇളയ മൂത്ത മോന് ഒരു രാത്രി പറഞ്ഞു, ഇന്ന് രാത്രിയിൽ മമ്മിയും ഡാഡിയും ഒന്ന് പോകണ്ട, നമുക്കിവിടെ ദൈവത്തെ പാടി സ്തുതിക്കണം. അങ്ങനെ 10 മണി കഴിഞ്ഞപ്പോൾ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു. ആത്മാവിൽ നിറഞ്ഞു. എൻ്റെ 2 കുഞ്ഞുങ്ങളും കൃപാവരങ്ങളും നിറഞ്ഞവരായിരുന്നു. അമ്മ എല്ലാ രീതിയിലും നിങ്ങൾ ഡൽഹിയിൽ ആട് ചോദിച്ചാലും പറയും ഫെബിനും പ്രൈസും. അങ്ങനെ ദൈവത്താൽ കരങ്ങൾ ഉപയോഗിച്ച് 2 മക്കളായിരുന്നു അവര്. അന്ന് രാത്രിയിൽ ഞങ്ങളോട് ദൂത് പറഞ്ഞു, എന്നോടും എൻ്റെ ഭാര്യയോടൊക്കെ പറഞ്ഞു ഡാഡി ഇന്ന് രാത്രി എനിക്കൊരു സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ 2 മണി ആയപ്പോൾ ഡയാലിസിസിന് വേണ്ടി റൂമിലേക്ക് കൊണ്ടുപോയി. അന്ന് ഡ്യൂട്ടി ഡോക്ടർ മണിപ്പൂരുകാരനൊരു ഡോക്ടറായിരുന്നു. അദ്ദേഹം വിശ്വാസിയായിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, പാസ്റ്റർ എവിടാന്ന് ചോദിച്ചു. ഞാൻ റൂമിലുണ്ട്, ഞാനോട് വരികയാണെന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് റൂമിൽ നിന്ന് എന്നെ റൂമിൽ അവരുടെ ഡയാലിസിസിൻ്റെ യൂണിറ്റിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ മോൻ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഡോക്ടർ സാബ് എന്തു പറ്റി? സാരെല്ലാം കൂടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഡ്യൂട്ടി റൂമിൽ പോയി അവിടെ ചായ കുടിച്ചു. അവിടെ അല്പസമയം പ്രാർത്ഥിച്ച് ഒന്നും മനസ്സിലായില്ല. രാവിലെ 10 മണി ആയപ്പോഴാണ് ഒരു ഡ്യൂട്ടി നേഴ്സ് ചോദിക്കുന്നു, ഫെബിൻ്റെ മമ്മിയുടെ പേര് ഞാൻ ചോദിച്ചു. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചു. അങ്ങനെ അപ്പോഴാണ് മനസ്സിലായത് രാത്രിയിൽ
2:30 ആയപ്പോൾ എൻ്റെ മൂത്ത മോൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. ആമേൻ. പെട്ടെന്ന് ഒരു 4 ലക്ഷം രൂപ, ഏകദേശം 17 ലക്ഷം രൂപ ഹോസ്പിറ്റൽ ചെലവായി. ഒരു 4 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ഡോക്ടർ ഡൽഹിയിലുള്ള ഞങ്ങളുടെ അവിടുത്തെ പാസ്റ്ററെ വിളിച്ച് അവരെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരുന്നു. ആ 4 ലക്ഷം രൂപ കൊടുത്തത് ആരെന്ന് ഇന്നും എനിക്കറിയത്തില്ല. പെട്ടെന്ന് അവർ വന്ന് പറഞ്ഞു, ആദ്യ സാബെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഡെഡ് ബോഡി മോർച്ചറി വെച്ചു. പിറ്റേന്ന് രാവിലെ അവിടെ അവനെ ഒരു വീങ് അവിടെ വെച്ചു. ഡൽഹിയിലൊരു അവിടെ ഇതുപോലെ ഒരു പ്രെയർ വെച്ചു. ഡെഡ് ബോഡി എല്ലാവരും കാണിച്ചിട്ട് അവിടുന്ന് പഞ്ചാബിലേക്ക് ബൈ റോഡ് പോന്നു. ആമേൻ. അന്ന് ഈ മോള് 2.5 വർഷം 3 വർഷം ആയതുകൊണ്ട് PhDക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആകപ്പാടെ തകർന്നു. എൻ്റെ ഭാര്യയാണ് കാരണം. ഒരു മാതാവ് എന്ന നിലയിൽ, മൂത്ത മോൻ എന്ന നിലയിൽ ഏറ്റവും അധികം സ്നേഹിച്ച ആ മാതാവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ തിരിച്ചു ആൻഡമാൻസിൽ പോയി. ഓരോ അസുഖങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് ആരംഭിച്ചു. ചിലപ്പോൾ ചെസ്റ്റിന് ഇൻഫെക്ഷൻ, ലിവറിന്, ലങ്സിന്, കിഡ്നിക്ക്, ഇങ്ങനെ മാറി മാറി CMSലെ ഓരോ ആഴ്ച കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്യും. ഓരോ അസുഖങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ചെസ്റ്റിനോ ലിവറിനോ ലങ്സിനൊക്കെ ഉണ്ടെങ്കിൽ മരുന്ന് കൊടുക്കും. അങ്ങനെ ശരിയായി. അങ്ങനെ ഞങ്ങൾ ആൻഡമാൻസിൽ ആയിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ എൻ്റെ ഭാര്യയ്ക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടായി. അവിടെ അഡ്മിറ്റ് ചെയ്തു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഇനി ട്രീറ്റ്മെൻ്റ് ഇല്ല, അമ്മ വെല്ലൂരിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ ഞങ്ങൾ സഭയായിട്ട് ഞാനും എൻ്റെ ഭാര്യ കൊണ്ട് ഞങ്ങൾ വെല്ലൂരിലേക്ക് പോയി. അവിടെ അമ്മേൻ അനേക ദിവസങ്ങൾ കടന്നു. അവിടെ കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നെ വിളിക്കുന്ന പാസ്റ്റങ്ങളെ, ആൻറ്റി ഇനി ജീവിക്കത്തില്ല, ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ അന്ന് രാത്രിയിൽ 11 മണിക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വേണ്ടി അമ്മ ഒരു ശവപ്പെട്ടിയുടെ കാര്യം ക്രമീകരിച്ചു. എല്ലാം ക്രമീകരിച്ച് ആ രാത്രി 11 മണി കർത്താവേ, എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു. എൻ്റെ മൂത്ത മോൻ മരിച്ചിട്ട് 9 മാസമായി. അടുത്തൊരു മരണമെന്ന് പറയുന്നത് എനിക്കോ സഭയ്ക്കോ നാട്ടുകാർക്കോ താങ്ങാൻ കഴിയത്തില്ല. ഒരു വിടുതലോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ദൈവനോട് ശക്തമായി ഒരു കാര്യം പറഞ്ഞു, അല്പം ഞാൻ ആശ്വാസം തരും. അമ്മേൻ. അന്ന് രാവിലെ ഡോക്ടർ വന്നു. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഡിസ്ചാർജ് ചെയ്യണം. ഡോക്ടർ പറഞ്ഞു, ഒരു ആംബുലൻസ് വേണം, അതിനകത്ത് ഓക്സിജൻ വേണം, ഒരു ഡ്യൂട്ടി അസിസ്റ്റന്റ്, ഒരു നേഴ്സ് വേണം. ഞാൻ പറഞ്ഞു എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. എൻ്റെ ഭാര്യ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. അന്ന് രാത്രിയിൽ അമ്മയുടെ കണ്ണുനീര് തൂകുന്നൊരു ദൈവം, കണ്ണുനീര് കാണുന്ന അമ്മേൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. സ്തോത്രം. ഞാൻ പറയട്ടെ, അത്ഭുതങ്ങളുടെ ദൈവം നമ്മുടെ ദൈവം. നമ്മൾ ക്ഷീണിക്കുമ്പോൾ, നമുക്ക് ആരുമില്ലാന്ന് ചിന്തിക്കുമ്പോൾ, നമ്മൾ ഭാരപ്പെടുമ്പോൾ, അമ്മേൻ നമ്മളെ സഹായിപ്പാൻ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും അമ്മേൻ വേദനിക്കുന്ന ഹൃദയത്തെ അമ്മേൻ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. രാവിലെ അമ്മയെ സിസ്റ്റർ പാടിയ പോലെ താങ്ങുകരമുണ്ട്. അമ്മേൻ അതനുഭവിപ്പാൻ കർത്താവിന്റെ കൃപ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ 3 വർഷം എൻ്റെ ഭാര്യ വീണ്ടും അമ്മ ജീവിച്ചു. 2018 ഞാൻ വീണ്ടും ആൻഡമാൻസിൽ പോയി. എൻ്റെ ഇളയ മോനും ഭാര്യയും ഇവിടെയായിരുന്നു. പെട്ടെന്ന് 8 ആയപ്പോൾ എൻ്റെ ഇളയ മോൻ വിളിച്ചു പറഞ്ഞു, ഡാഡി, മമ്മിക്ക് നല്ല ശ്വാസം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു CMSൽ പോ. എൻ്റെ ഇളയ മോന് ചർച്ചിലെ പിള്ളേരുമായിട്ട് CMSലേക്ക് പോകുന്ന വഴിക്ക് ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു.
എൻ്റെ ഇളയ മോൻ്റെ തോളയിലേക്ക് ഭാര്യ തല ചായ്ച്ചു. അവൻ വിചാരിച്ചു ഉറക്കമാണ് വിചാരിച്ച് അവനിങ്ങനെ തോളെ തട്ടിക്കൊണ്ടിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മയെ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പെട്ടെന്ന് പിള്ളേർ നോക്കിക്കൊണ്ട് ഒരു അനക്കവുമില്ല. അടുത്തൊരു ഹോസ്പിറ്റലിൽ കയറി ചെക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞത് 10 മിനിറ്റ് 15 മിനിറ്റായി അമ്മയിൽ ജീവൻ മാറ്റപ്പെട്ടു പോയി. അങ്ങനെ 2018 എൻ്റെ ഭാര്യയും ഈ ലോകത്തിന് മാറ്റപ്പെട്ടു പോയി. അങ്ങനെ അന്ന് എൻ്റെ ഇളയ മോൻ്റെ കല്യാണമൊക്കെ ഞങ്ങളൊന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തുള്ള ദൈവദാസൻ്റെ അമ്മയെ ഹല്ലേലൂയ പെങ്ങളെ ഞാനൊരു മീറ്റിങ്ങിനോട് കടന്നു ചെന്നപ്പോൾ ആ ദൈവദാസൻ്റെ മമ്മി പറഞ്ഞു, ഞങ്ങൾക്കൊരു മോളുണ്ട്, അവൾ BSc മൈക്രോബയോളജി കഴിഞ്ഞ് നിൽക്കുകയാണ്, സുവിശേഷ വരെ താല്പര്യമുള്ള അമ്മയിൽ ദൈവം നല്ല പിള്ളേരുണ്ടെങ്കിൽ ഭാഷ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ മോള് ആങ്ങളോട് പറഞ്ഞു, എനിക്കൊരു മോനുണ്ട്, അവന് അവനും എൻജിനീയറിൻ്റെ ഒരു കോഴ്സ് ഡൽഹിയിലായിരുന്നു, ജോലിയുണ്ട്, ജലന്ധറിലെ ഈ എയർഫോഴ്സുമാരെ പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ അഡ്മിനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പെട്ടെന്ന് കല്യാണം ഉറപ്പിച്ചു. കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനും എൻ്റെ ഭാര്യ ഞങ്ങളെല്ലാം കൂടെ ആ പെൺകുട്ടിയെ കണ്ടു. എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടു. സെപ്റ്റംബറിൽ കല്യാണം ഉറപ്പിച്ചു. ആ മാസം ജൂണിലാണ് എൻ്റെ ഭാര്യ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയത്. അങ്ങനെ സമയം മുന്നോട്ട് പോയി. 2018 എൻ്റെ മോനോട് ചോദിച്ചു, ഡാഡി ഇനി നമുക്കാരുണ്ട്? ചാച്ചനും പോയി, മമ്മിയും പോയി. ആ ഒരു വാക്ക് എന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു. ഞാൻ പെട്ടെന്ന് അമ്മയെ ഈ ചർച്ച വന്ന് ദൈവത്തോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു, ദൈവമേ വഴിയൊരുക്കണം. അങ്ങനെ സെപ്റ്റംബറിൽ തന്നെ എൻ്റെ ഇളയ മോൻ്റെയും കല്യാണം അവൻ നടപ്പായിടെ തുറന്നു. അങ്ങനെ അവർ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മോനെ ജോലി രാജിവെച്ച് ഫുൾ ടൈം നല്ലൊരു പ്രാസംഗികനായ വർഷിപ്പ് ലീഡറായിട്ട് പഞ്ചാബിലെല്ലാം കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മുന്നേ ജോലി രാജിവെച്ച കർത്താവിൻ്റെ വേലയിൽ എനിക്കൊരു സഹായമായി തീർന്നു. അങ്ങനെയാണ് പഞ്ചാബ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ്റെ മെമ്പറായിട്ട് അവനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് അന്ന് ഈ കൊറോണ ഉള്ളപ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഡൽഹി പഞ്ചാബിൽ നിന്ന് ചാണ്ടിയുടെ നിന്ന് മെസ്സേജ് വന്നു, തിങ്കളാഴ്ച ദിവസം ഒരു 11 നിങ്ങൾ വരണം. അവൻ ഓഫീസ് കിട്ടി, ചാണ്ടിയുടെ എല്ലാ കാര്യം കയറി ഞങ്ങൾ പലപ്പോഴും പോയി. ആ ആഴ്ചയിൽ തന്നെ നമ്മുടെ അമൃത്സറിലെ പാസ്റ്റർ ബേബി മറീസിന്റെ സഭയിൽ ഒരു യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ യൂത്ത് മീറ്റിങ്ങിൽ ഭയങ്കര വിടുതൽ അവിടെ അമ്മയുണ്ടാകാനിടെ തീർന്നു. അങ്ങനെ ആ പാസ്റ്റർ ഞങ്ങളുടെ ആ വീഡിയോ കാണിച്ചു തന്നു. അങ്ങനെ ഇവനെ ജോലി ഞങ്ങളെ തിങ്കളാഴ്ച ശനിയാഴ്ച വൈകിട്ട് ഞങ്ങളുടെ ചർച്ചുള്ള ചെറിയ പ്രിയപ്പെട്ടവര് ആരൊക്കെ പോകണം എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇളയ മോനെ സിമ്മി കുഞ്ഞെൻ്റെയിലാണ്. ഞങ്ങളിങ്ങനെ പറഞ്ഞു, പെട്ടെന്ന് അവന് ശരീരം ഒന്ന് വിയർത്തു. അവനെല്ലാവരും നോക്കി, പറഞ്ഞു വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് പിള്ളേർ അവനെ വാഷ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് അവൻ തപ്പന്ന് തളർന്ന് പിള്ളേരുടെ കയ്യിലേക്ക് വീഴുകയായിരുന്നു. പെട്ടെന്ന് കാറെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് 2021 എൻ്റെ കൊച്ചുമോൻ അന്ന് 1.5 വയസ്സ് പ്രായമേ ഉള്ളൂ. അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ജീവിതത്തില് കഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഞാൻ ഒറ്റയ്ക്കായി. മോള് ഡൽഹി പഠിക്കുന്നു. എൻ്റെ ഇളയ മോന് ജോലി വേണേൽ ഗവൺമെന്റ് നോക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞു. എന്നാല് അവർ പേരൻസ് വന്ന് മോളെ കൊണ്ടുപോയി. എൻ്റെ ജീവിതത്തില് ദൈവത്തിൻ്റെ കരം ഭാഗ്യമുണ്ടായി. ഞാനിങ്ങനെ വീട്ടിൽ കയറത്തില്ല. കയറിയാല് അവളുടെ ബെഡ്റൂമുള്ള തുണികളെ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും കഴിക്കാൻ പോലും തോന്നത്തില്ല. പണിയാരി വന്ന് ക്ലീൻ ചെയ്യിച്ച് പോകും. ഒരു ചായ ഉണ്ടാക്കിയാൽ
കുടിക്കാൻ തോന്നത്തില്ല. നമ്മൾ പ്രസംഗിക്കും, പാഷമാരൊക്കെ യുവനെ കുറിച്ചും പത്രോസിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കും. എന്നാൽ സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു സോഫയിലാണ് ഇങ്ങനെ സമയങ്ങളിൽ ചിലപ്പോൾ രാത്രി 10 മണി വരെ പിള്ളേരൊക്കെ കാണും. 10 മണി ഞാൻ ഒറ്റയ്ക്കാവും. ഞാൻ ശവക്കോട്ടിൽ പോയി നോക്കും. മമ്മി സെൻറ്ററിലെ ഇടത്ത് വലത്ത് 2 കുഞ്ഞുങ്ങളുടെ ശവക്കോട്ട. ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവമേ, അവരൊക്കെ കർത്താവിൻ്റെ ചൊലിച്ചു നിന്നവരാണ്, എന്തിനു വേണ്ടി എന്നെ പിന്നെയും? ദൈവാത്മാവിൻ്റെ അകത്ത് പറഞ്ഞു, അല്പം കൂടെ നിന്നെക്കൊണ്ട് ചെയ്തു തീർപ്പാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പഞ്ചാബി സഭ കാനഡയിലും UK ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഓടിത്തീർത്ത ആ സ്ഥലത്ത് അതിനിടയ്ക്ക് എനിക്ക് പല ഓഫറുകൾ വന്നു. തീരുമാനമെടുത്തു, എനിക്ക് ആയുസ് ആരോഗ്യമുള്ളോളം കാലം ഇവിടത്തെ നിൽക്കണം. അങ്ങനെ ഞാനിങ്ങനെ മാനസികമായി തകർന്നെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പലപ്പോഴും ആഹാരം ടേബിളിൽ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാതെ വന്നിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിലെ കഷ്ടങ്ങൾ, ഭാരങ്ങൾ, റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ റൂമുകളും അടഞ്ഞു കിടക്കുന്നു. അവരുടെ തുണികള്, ഡ്രസ്സുകള് കാണുമ്പോൾ ഇപ്പോഴെനിക്ക് പറയാനൊക്കും, അന്ന് ഞാൻ പോയ അവസ്ഥ എന്ന് പറയുന്നത് കൂരിരുൾ താഴ്വരെ കൂടെ കടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. സ്തോത്രം. അങ്ങനെ ഞാൻ ഒരു 3 മാസം ആ സോഫയിൽ ഇങ്ങനെ കിടക്കും. ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ രാത്രി 2 മണിയായി. പെട്ടെന്ന് ആരോ ആ ഗേറ്റ് മുട്ടുന്ന എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി നോക്കി. ഇവിടേക്കും രാത്രിക്ക് ഈ ഭൂതങ്ങളും രോഗികളെ കൊണ്ടുവരാറുണ്ട്. ഞാൻ അതാതും കൊണ്ട് ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ ആരെയും കണ്ടില്ല. വീണ്ടും ഞാൻ ആ സോഫയിൽ ഇങ്ങനെ കടന്നു. ഒരു മയക്കം വന്നപ്പോൾ ഞാൻ ഒരു ശബ്ദം കേൾക്കുകയാണ്, ധൈര്യമായിരിപ്പീൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഒന്നും കേട്ടില്ല, ഒന്നും മനസ്സിലായില്ല. ആ ചില നിമിഷങ്ങൾ പിന്നെയും ഈ വാക്കിന്റെ ഹൃദയത്തിൽ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി, ധൈര്യമായിരിപ്പീൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. എന്നറിയാത്തൊരു ആത്മബലം ഞാനിപ്പോൾ വായിച്ചതുപോലെ എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി ദൈവമുണ്ട്. ഇന്ന് അമേരിക്കയിൽ രാത്രിയാണെങ്കിലും ഇവിടെ ഏർലി മോർണിംഗ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങൾ വരട്ടെ, ഏത് പ്രശ്നങ്ങൾ വരട്ടെ, പറയുവാൻ കഴിയുമോ, എനിക്ക് ബലം തരുന്ന ദൈവമുണ്ട്. ആ ദേവദാസി പാടിയല്ലോ, താങ്ങും കരമുണ്ടെന്ന്. ജീവിതത്തിലെ സ്തോത്രം, ഹല്ലേലൂയ. ആ കരം അനുഭവിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ധൈര്യമായി പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പൗലൂസെ അടികൊണ്ടിട്ട് ഭയപ്പെട്ടില്ല. നമ്മൾ പറയും, 5 പ്രാവശ്യം ഒരടി കൊള്ളട്ടെ, അപ്പോഴാണ് സ്തോത്രത്തിന്റെ ശക്തിയും ബലവും. അവസാനം പൗലൂസ് പറയുന്നത്, കാരാഗൃഹത്തിൽ കടന്നപ്പോൾ തീമോഥെയോസ് എഴുത്തിനെ വരും, എൻ്റെ പുതപ്പൂടെ കൊണ്ടുവരണം. കാരാഗൃഹത്തിൽ കടന്ന ആ പൗലൂസിന് ഒരു പുതപ്പോലുമില്ലാതെ ജീവൻ കൊടുക്കേണ്ടി വന്നെങ്കിൽ, ഗത്സമന തോട്ടത്തിൽ യേശു വേദന കൊണ്ട് പുളയുമ്പോൾ, പിതാവേ ഇതൊന്ന് മാറ്റിത്തന്നാൽ, സ്തോത്രം, അപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കണ്ടതെങ്കിൽ, ഇല്ല, അങ്ങയുടെ ഹിതം. ഇന്ന് പകൽക്കാലം രാവിലെ സമയത്ത് ഞാൻ ധൈര്യമായി പറയട്ടെ, പറയുവാൻ കഴിയുമോ, കഷ്ടങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടട്ടെ എന്ന് പറയുവാൻ. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും പറ,
അമ്മേ നമുക്കൊക്കെ പ്രസംഗിക്കാൻ അനേകിടങ്ങളിൽ ഇയ്യോബിനെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. എന്നാൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന ഒരു ചെറിയ പ്രതികൂലം ജീവിതത്തിൽ വരുമ്പോൾ ആത്മാവിൽ നമുക്ക് പാടുവാൻ കഴിയുമോ? അമ്മേ ഹല്ലേലൂയ. നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, എൻ്റെ ഉള്ളിൽ ബലം തന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലായിരുന്നു. ഒരു വ്യക്തി ഓടി വന്നു പറഞ്ഞു, തൻ്റെ ഭാര്യ മരിച്ചിട്ട് 4 വർഷമായി, ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ സാക്ഷ്യം കേട്ടപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളിക്കാൻ രാജസ്ഥാൻ ഇവിടെ വന്ന് എന്നെ കാണാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന യേശു നിങ്ങളെ കടത്തിവിടുന്ന ഓരോ പ്രതികൂലത്തിന്റെ നടുവിലും നിങ്ങളെ താങ്ങുന്ന ഒരു കരമുണ്ട്. ഞാൻ നാടകസംഘത്തിൽ വായിച്ചതുപോലെ എൻ്റെ ഉള്ളിൽ ബലം തന്ന് എന്നെ ധൈര്യപ്പെടുത്തുന്ന, സ്തോത്രം, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകള് ഒന്നുമല്ല. അമേൻ. നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖമൊന്നുമല്ല. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ടി സഹിച്ച യേശുവിനെ നോക്കിയിട്ട് പറയുവാൻ കഴിയുമോ? യേശുവേ സ്തോത്രം, എനിക്ക് ബലവും ധൈര്യവും തരണമേ. അമേൻ. ഇന്ന് എനിക്ക് 70 വയസ്സ് കഴിഞ്ഞു. ഒറ്റ ദിവസം പോലും അടങ്ങിയിരിപ്പാൻ സ്വർഗം അനുവദിക്കത്തില്ല. ധൈര്യം തന്നിരിക്കുക, ബലം തന്നിരിക്കുക. എന്നെ കഷ്ടത്തിലാക്കിയത് ഏറെ നന്നെന്ന് ഈ ദിവസങ്ങളൊക്കെ അമേൻ ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എന്നെ വിളിച്ചു പറയേണ്ട, പാസ്റ്റർ സാക്ഷ്യം എന്നെ ധൈര്യപ്പെടുത്തി, പാസ്റ്റർ പ്രസംഗനെ ധൈര്യപ്പെടുത്തി. അമേൻ. അനേകരെ ധൈര്യപ്പെടുത്തുവാൻ കഷ്ടം അനുഭവിക്കേണ്ടി വന്നാലും പൗലൂസ് പറയുന്നുണ്ട്, ഈ മുള്ളൊന്നും മാറിയാൽ, അമേൻ, മുള്ളും മാറിയില്ല, അതിനകത്ത് ചൊലിച്ച ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ചിലത് മാറത്തില്ല കേട്ടോ, ചിലത് ശാസിക്കത്തില്ല. നമ്മൾ പറയും, സെരുബാബേലേ, നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം ആര്? എല്ലാം ജീവിതം നോക്കുന്നോളൊന്നും സമഭൂമിയാകത്തില്ല. ചിലത് നമ്മളെ കടക്കേണ്ടി വരും, ചിലത് കയറേണ്ടി വരും. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചോ, ദൈവമേ കൃപ തരണമേ. യേശു വരാറായി. ഞാനിപ്പോഴും നിൽക്കുന്ന കൃപയിലാണ്. ഇപ്പോഴെൻ്റെ ആ ഇളയ മോള് അവിടെ പപ്പായും മമ്മിയും മരിച്ചപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്നു. കുഞ്ഞിന് സബദ്യ എന്നാണ് പേര്. അവനിപ്പോൾ സ്കൂളിൽ നഴ്സറി, LKG, UKG പഠിക്കുന്നു. നിങ്ങൾ സിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. അമ്മേ, അറിയത്തില്ല എനിക്ക് എത്ര ആയുസ് വന്നാലും വിശ്വസ്തയോടെ കണക്ക് തീർക്കുന്ന നാളിൽ എനിക്ക് ലോകത്തിൽ ഒരു സമ്പാദ്യമില്ലെങ്കിലും ഞാൻ വിചാരിച്ചു നാട്ടിൽ പോകാൻ എനിക്ക്, കാരണം പണ്ടത്തെ ഒരു ചെറിയ വീടാണ് ഉള്ളത്, അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാ. എന്നാൽ അമ്മേ ഹല്ലേലൂയ, ആക്കിയ സ്ഥാനത്ത് വിശ്വസ്തയോടെ നമുക്ക് ലോകത്തിൽ സമ്പാദിച്ച് കൂട്ടിയില്ലെങ്കിലും നിത്യതയില് ചിലത് കൂട്ടിവാൻ തക്കോണം കർത്താവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവജനത്തോട് എനിക്കൊരു കാര്യം പറയുവാനേ ഉള്ളൂ. അമ്മേ ഹല്ലേലൂയ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം മറുപടി, എൻ്റെ ഉള്ളിൽ ബലം നൽകി. അമ്മേൻ, എനിക്ക് എന്നെ ധൈര്യപ്പെടുന്ന ദൈവത്തിനായി സ്തോത്രം. ഇന്ന് രാത്രികാലം, ഇന്ന് പകൽക്കാലം നമ്മൾ നേരിടുന്ന എല്ലാ പ്രതികൂലത്തിന്റെ നടുവിലും താങ്ങുന്ന ഒരു കരത്തിന്റെ ശക്തി ധൈര്യം തരട്ടെ. അമ്മേ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിലോ എന്തെല്ലാം വിഷയത്തിനകത്തും അമ്മേ ഹല്ലേലൂയ, നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ അമ്മേൻ, ഈ 71ാമത്തെ വയസ്സിലും ഞാൻ ധൈര്യമായി പറയട്ടെ, യേശു ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അമ്മേൻ. ഞാൻ കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ അഡ്മിഷനൊക്കെ അമ്മേ ആയ സമയത്ത് ഒരു വലിയ ഭാരിച്ച അവിടെ എമൗണ്ട് വേണമായിരുന്നു. അമ്മേ, ആൻഡ്രൂസ് എന്ന ദൈവദാസൻ കാവലുണ്ട്. അതേ, എനിക്ക് ഒന്നും പേടിക്കണ്ട. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? നമ്മുടെ ഭാര ഏറ്റ് യേശു കൂടെ ഉണ്ടെങ്കിൽ അമ്മേൻ. ഇപ്പോഴാണെങ്കിൽ അമ്മ അനേകരും മുന്നോട്ട് കടന്നു വരിക. അമ്മ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. പഞ്ചാബിൽ പിന്നെയും പ്രവർത്തിപ്പാൻ സ്ഥലമുണ്ട്. എന്നോടുകൂടെ 10-14 ദേവദാസന്മാരുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളെ കൊണ്ടാകോളും അമ്മേ യേശുവിൻ്റെ സാക്ഷ്യം
ഉയർത്തുവാൻ ഞങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഈ ഒരു അവസരം ഒരുക്കി തന്ന ബഹുമാന്യ ദൈവദാസന്മാരോടും ദൈവജനത്തോടും ഞങ്ങളുടെ പ്രായമുള്ള പിതാക്കന്മാരെ കാണുമ്പോൾ എൻ്റെ നന്ദി എന്നറിയാണ്. നമ്മളെ കർത്താവ് ധൈര്യപ്പെടുത്തുക, എഴുതി കൊടുത്ത് പ്രാർത്ഥിക്കുക. യേശു വരാറായി. വില തീർന്നതിന് മുൻപായിട്ട് വില തീർത്തിട്ട് ആ നിത്യതയില് ഹല്ലേലൂയ കരം ബലപ്പെട്ടിരിപ്പാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വചനങ്ങളെ സാക്ഷ്യങ്ങളാലും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവരും, അഡ്മിനോടും ലീഡ് ചെയ്തതും പാട്ടുപാടിയ ദൈവദാസിയോടും എല്ലാവരോടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഞങ്ങളും ഈ ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമെന്നുള്ളത്. അമ്മേ.